നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ രണ്ടാം ഘട്ട നമ്മുടെ പ്രിലിംസ് പരീക്ഷയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. നിലവാരം ഉയർന്നു രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയുക കേട്ടോ. ഇതിൽ പറയുന്ന കട്ട് ഓഫ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇത് കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളിതിൽ പറയുന്നത് ഓഫീസ് അറ്റൻഡന്റ്, സ്റ്റോർ കീപ്പർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉൾപ്പെടെയുള്ള പരീക്ഷകളിലേക്ക് PSC നടത്തിയ രണ്ടാം ഘട്ട പരീക്ഷ ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് ഉയർന്ന നിലവാരം പുലർത്തിയതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവിജ്ഞാനത്തിൽ 20ഓളം ചോദ്യങ്ങൾ മികച്ച നിലവാരം പുലർത്തിയിരുന്നു. ഇവയിൽ ചിലത് നന്നായി തയ്യാറെടുത്തവരെ പോലും വട്ടം കറക്കി. ഭൂമിശാസ്ത്രത്തിലെ ചില ചോദ്യങ്ങൾ +2 നിലവാരത്തിലേക്ക് എത്തി. ചരിത്രവും ഭരണഘടനയും പൊതുവെ എളുപ്പമായ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് ഇവർ പറയുന്ന മാർക്ക് 64 മാർക്ക് മുതൽ 70 മാർക്ക് വരെയാണ്. നമ്മുടെ 10th പ്രിലിംസിന്റെ രണ്ടാം ഘട്ടത്തിൽ പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് 64 മാർക്ക് മുതൽ 70 മാർക്ക് വരെയാണ്. അപ്പൊ ഈ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇത് കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ ഇവരുടെ അഭിപ്രായത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് കടക്കാം. PSC മെഗാ വിജ്ഞാപനം, അപേക്ഷ വൈകരുത്, തെറ്റരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇനി അപേക്ഷിച്ചിട്ടില്ല. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വരെ വച്ചിരുന്ന് അവസാനം അപേക്ഷിക്കാൻ വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ നേരത്തെ തന്നെ അപേക്ഷിക്കുക. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ റിട്ടേൺ ചെയ്യുക. ഫോട്ടോ ഒപ്പം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ കാലാവധി കൂടുതലുള്ള ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. അധികം യോഗ്യതകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖകൾ ഹാജരാക്കാൻ പറയുമ്പോൾ അത് ഹാജരാക്കുക. അപ്പോൾ ഒറിജിനൽ ഡേറ്റാസ് ഒക്കെ കയ്യിൽ വെച്ചേക്കുക. അതുപോലെ തന്നെ അയോഗ്യരാവാതിരിക്കാൻ കൺഫർമേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അപേക്ഷിക്കാൻ വൈകേണ്ടെന്ന് പറയുന്നുണ്ട്. ലേറ്റ് ആവരുത്. 29-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ 28-ാം തീയതി രാത്രി അപേക്ഷിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സെർവർ എങ്ങാനും സൈറ്റ് ബിസി ആവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ റാങ്ക് പട്ടിക ആളില്ലാതെ റദ്ദായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇനി 2 ഘട്ട പരീക്ഷകൾക്കും ഒരേ പാഠ്യപദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളില്ലാത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും ആളില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് അല്ലേ. മുഖ്യ പരീക്ഷ കടുപ്പമായി പോയി, 2.5 ലക്ഷം പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം. 12 ജില്ലയിലായിട്ട് 2294 പേര് റാങ്ക് ലിസ്റ്റിൽ സ്റ്റാഫ് നഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സഹകരണ ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷകൾ ഫെബ്രുവരി 8-ാം തീയതി മുതൽ നടക്കുന്നുണ്ട്. ദേവസ്വം ട്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ പരീക്ഷ 20-ാം തീയതി നടക്കുന്നുണ്ട്. 2024 റെക്കോർഡുമായി കേരള PSC റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. 1387 പേര് 7 റാങ്ക് ലിസ്റ്റുകൾ വന്നു. ഏകദേശം 34,000 പേരുടെ ശുപാർശകളാണ് ഇത്തവണ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിജ്ഞാപനങ്ങൾ 2022 തൊട്ട് പിന്നിലാണെന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോഴ്സിന്റെ എക്സാംസും അതിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോൾ നിലവിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പോലീസിന്റെതും എക്സൈസിന്റെതും ഫയർഫോഴ്സിന്റെയും ബീറ്റ് ഫോഴ്സിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ബാച്ചുകളാണ്. 999 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, എത്രയും വേഗം ജോയിൻ ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ പോലീസ് മാത്രം മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈസ് മാത്രം മതി, അല്ലെങ്കിൽ ഫയർമാൻ മാത്രം മതി, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മെയിൻസ് മാത്രം മതി, ഫയർഫോഴ്സിന്റെ ഡ്രൈവർ മാത്രം മതി, CPO ഡ്രൈവർ മാത്രം മതി, ഇങ്ങനെ ഏത് ഫോഴ്സിന്റെ എക്സാംസ് ആണെങ്കിലും IRB ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുക, ഏത് ക്ലാസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിൽ, അത് വാട്സപ്പ് നമ്പറാണ്, കോൾ എനേബിൾഡ് നമ്പറിൽ, ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അതുപോലെ തന്നെ LDC തിരുവനന്തപുരം 1000 കടന്ന് നിയമന ശുപാർശ എന്ന് പറയുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. LSD സെക്രട്ടറിയുടെ പരീക്ഷയുടെ 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആയുർവേദ മെഡിക്കൽ ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ 258 പേര് വന്നിട്ടുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിംസ് മെയിൻസ് പരീക്ഷയ്ക്ക് ഇനി ഒരേ സിലബസ് ആണെന്ന് പറയുന്നുണ്ട്. ഇത്തവണ പ്രത്യേകം പ്രിലിമിനറി പരീക്ഷ നടക്കുമെന്ന് പറയുന്നുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ കാര്യമാണ്. LDC പാലക്കാട് 31 നിയമനങ്ങളോട് നടക്കുന്നുണ്ട്. CPO പത്തനംതിട്ട 11 നിയമനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യാജ റിക്രൂട്ട്മെന്റുകളിൽ നിന്നും ചെന്ന് ചാടരുത്. അതാണ് ഇതിനകത്ത് നോർക്ക് അറിയിക്കുന്നത്. അവിടെ കൊണ്ടുപോകാൻ ജോലി വാങ്ങിച്ചിരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമന തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. എല്ലാ ജില്ലയിലും LPST ഇന്റർവ്യൂ ഫെബ്രുവരിയിലാണെന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരിയിൽ ഇന്റർവ്യൂ പ്രോഗ്രാം PSC പ്രസിദ്ധീകരിച്ചു. 14 ജില്ലയിലെയും LPUP തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് ഫെബ്രുവരിയിൽ ഉള്ളത്.
അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സിന്റെ ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ കോടതിയിലേക്ക് 3 തസ്തിക നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ അതോറിറ്റി LDCയിലേക്ക് ഉയർന്ന യോഗ്യതക്കാരില്ലാത്ത പുതിയ സാധ്യതാ ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട്. പോലീസ് വകുപ്പിലേക്കുള്ള 85 പുതിയ തസ്തിക നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസ്പെക്ടർ, മോട്ടോർ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഡ്രൈവർ, ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ 82 ഹെഡ് കോൺസ്റ്റബിൾ, 85 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാർ തസ്തികയ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവർ തസ്തികയിലേക്കുള്ളവർ ശ്രദ്ധിക്കുക, വേക്കൻസികൾ വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഖാദി ബോർഡ് LDCയുടെ സാധ്യതാ ലിസ്റ്റിൽ 335 പേര് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റിന്റെ 2 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധ്യതാ ലിസ്റ്റ് ചുരുക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. കേരള ബാങ്കിലേക്കുള്ള PSC വഴി ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള ആദ്യ നിയമനമാണ്. അത് സാധ്യതാ ലിസ്റ്റ് ചുരുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ആശങ്ക അവർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായികക്ഷമതാ പരീക്ഷ വാർഷിക കലണ്ടർ അനുസരിച്ച് 15-ന് നടക്കുന്നുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടറും SIയുടെയും അതുപോലെ തന്നെ കായികക്ഷമത 15-ാം തീയതിയും 16-ാം തീയതിയും ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PSC ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകളും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് HST സോഷ്യൽ സയൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LD ടൈപ്പിസ്റ്റ് മലപ്പുറം, LDC കോഴിക്കോട്, കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫോഴ്സ് ബാച്ച് ഇപ്പൊ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഇതിലിപ്പോൾ നിങ്ങൾക്ക് പോലീസ് മാത്രമായാലും, എക്സൈസ് മാത്രമായാലും, ഫയർഫോഴ്സ് മാത്രമായാലും, BFO മാത്രമായാലും, IRB മാത്രമായാലും, അങ്ങനെ ഏതാണെങ്കിലും ഫോഴ്സ് എക്സാംസിന് വേറെ എങ്ങോട്ടും പോകണ്ട. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അപ്ഡേറ്റ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും അപ്ഡേറ്റുകളും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.